തിരുവനന്തപുരത്ത് പ്രണയപ്പക മൂലം പെൺകുട്ടിയെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതി റിമാൻഡിൽ. പനവൂർ സ്വദേശി സഹദുമായി തെളിവെടുപ്പ് നടത്തിയതിനു ശേഷമാണ് പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയത്. ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ തെളിവെടുപ്പിനൊരുങ്ങുകയാണ് പോലീസ്. അതേസമയം കുത്തേറ്റ 16-കാരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. തിരുവനന്തപുരം കന്യാകുളങ്ങരയിൽ പ്രണയത്തിൽ നിന്ന് പിന്മാറിയതിന് 16-കാരിയെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി സഹദുമായി തെളിവെടുപ്പ് നടത്തിയതിനു ശേഷമാണ് കോടതിയിൽ ഹാജരാക്കിയത്. പെൺകുട്ടിയെ ആക്രമിച്ച ശേഷം കാറുമായി കനിയാപുരത്തെത്തിയ പ്രതി അവിടെ നിന്ന് രക്ഷപ്പെട്ടിരുന്നു. കാർ ഉപേക്ഷിച്ച് കടന്നുകളഞ്ഞ ഈ സ്ഥലത്ത് പ്രതിയെ എത്തിച്ചാണ് പ്രാഥമിക തെളിവെടുപ്പ് നടത്തിയത്. ആക്രമണ സമയത്ത് ഉപയോഗിച്ചിരുന്ന രക്തം പുരണ്ട ഷർട്ടും കാറിൽ പതിഞ്ഞ രക്തത്തുള്ളികളും പോലീസ് കണ്ടെത്തി. കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം കൊലപാതക ശ്രമം നടന്ന കന്യാകുളങ്ങരയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്താനാണ് വട്ടപ്പാറ പോലീസിന്റെ തീരുമാനം. നാല് വർഷം മുൻപ് നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത പോക്സോ കേസിലും വാഹനാപകട കേസിലും പ്രതിയാണ് 21 വയസ്സുകാരനായ സഹദ്. ഇത് തിരിച്ചറിഞ്ഞതോടുകൂടിയാണ് പ്രതിയുമായുള്ള ബന്ധം പെൺകുട്ടി വിച്ഛേദിച്ചത്. പിന്നാലെയുണ്ടായ വൈരാഗ്യത്തിലാണ് പെൺകുട്ടിയുടെ വീടിന് സമീപം കാറിൽ ഒളിച്ചിരുന്ന പ്രതി കൊലപാതകത്തിന് ശ്രമിച്ചത്. ഭീഷണിപ്പെടുത്തി ഇഷ്ടമാണെന്ന് പറയിക്കാൻ ശ്രമിച്ചത് നിരസിച്ചതാണ് ആക്രമണത്തിന് കാരണം. മുഖം, കഴുത്ത്, മുതുക് എന്നിവിടങ്ങളിൽ കുത്തേറ്റ പെൺകുട്ടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.